Hello everyone, good morning and welcome to Atta 24/7 classes. നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കോൺസെപ്റ്റ് ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതും ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ നോക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺസിഡർ ദ ഫോളോയിങ്. People are the source of government in India, and it indicates a democratic form of government. 2. India has a centralized form of government, and it signifies a federal form of government. 3. In India, the executive and legislature are independent and separate as seen in a parliamentary form. Select the correct answer using the code given below. A1 only, B1 and 2 only, 3, C 2 and 3 only, D 1 and 3 only. ഏതാണ് ശരിയായിട്ടുള്ളത് അല്ലെ? ആദ്യ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യയിലെ സോഴ്സ് എന്ന് പറയുന്ന ഉറവിടം ഗവൺമെന്റ് ഫോം ചെയ്യുന്നതൊക്കെയും ഈ ജനങ്ങൾ കാരണമാണ്. പീപ്പിൾ ആർ ദ സോഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, അത് കാണിക്കുന്നത് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്, ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നു ഇന്ത്യക്ക് ഒരു സെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, കേന്ദ്രീകൃതമായ ഒരു ഗവൺമെന്റ് ആണുള്ളത്. ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് എ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. സെൻട്രലൈസ്ഡ് ആണ്, അത് നമുക്ക് ഫെഡറൽ ആയിട്ട് കാണുന്നു. ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, ആ ഒരു അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അങ്ങനെ അതൊരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നത്. In India, the executive and legislature are independent and separate as seen in a parliamentary form. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡന്റ് ആണ്. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡന്റ് ആണ്, അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആണ് ആസ് സീൻ ഇൻ എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും സെപ്പറേറ്റും ഇൻഡിപെൻഡന്റുമാണ് അല്ലെ? ഇതിലേതാണ് ശരി വരുന്നത്? 1, 2, 3 ഉണ്ട്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം പറയൂ, ഏതാണ് ആൻസർ? വേഗം പറയൂ, ഏതാണ് ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ വരുന്നതെന്ന് പറയുക. 1, 2, 3. ഏതാണ്? വേഗം പറയൂ, വേഗം പറയൂ, ആൻസർ പറയൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ പറയുക? എ വരുമോ, ബി വരുമോ, സി വരുമോ, ഡി വരുമോ? ഏതാണ്? People are the source of government in India, and it indicates a democratic form of government ആണോ? India has a centralized form of government and signifies a federal form of government ആണോ? In India, the executive and legislature are independent and separate as seen in a parliamentary form. ൽ കാണുന്ന പോലെ ഇവര് സെപ്പറേറ്റ് ആണോ? യെസ്. സനീഷ് ആൻസർ പറഞ്ഞു, ഡി പറഞ്ഞു, 1 and 3 പറഞ്ഞു. ഓക്കെ, ആ ശരി. ശരിക്കും ഇതിന്റെ ആൻസറിൽ വരുമ്പോ ഇപ്പോ 2 വരില്ല. കാരണം എന്താ 2 വരാത്തത്? സെൻട്രലൈസ്ഡ് ഫോം ഒരിക്കലും ഫെഡറൽ ആവില്ല. സെൻട്രലൈസ്ഡ് ആയാൽ അത് യൂണിറ്ററി ആണ്. ഇന്ത്യയിൽ സെൻട്രലൈസ്ഡ് അല്ല, നമുക്ക് സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ 2 വരില്ല. അപ്പൊ 2 എലിമിനേറ്റ് ചെയ്യാം. ഇത് വരില്ല, ഇത് വരില്ല. ഇനി റിമൈനിങ് ഉള്ളത് എ ആണോ, ഡി ആണോ? അതായത് 1 or 3 ശരിയായ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ഇൻ ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് സെപ്പറേറ്റ് ആസ് സീൻ ഇൻ എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ സെപ്പറേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാല് ഒരു പാർലമെന്ററി ഫോമില് കാണപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ഈസ് പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ. ആദ്യം എം പിമാർ സെലക്ട് ചെയ്യണം, ലെജിസ്ലേച്ചർ, എന്നിട്ട് ഇവരിൽ നിന്നാണ് മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യുന്ന ഇവരിൽ നിന്നാണ്. അങ്ങനെ ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ എക്സിക്യൂട്ടീവ് ഈസ് പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ. അപ്പൊ 3 വരില്ല. പ്രസിഡൻഷ്യൽ ആണെങ്കിൽ ഇത് ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്, സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല, പാർലമെന്ററി ഫോമിൽ അങ്ങനെയല്ല, ഭാഗമാണെന്ന് നോക്കുക. അപ്പോൾ ശരിയായ ആൻസറിൽ 3 അപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ A 1 only ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് എലിമിനേഷൻ മെത്തേഡ് ആണ്, ഇത് കോൺസെപ്റ്റ് ആണ്.
വെരി ബേസിക് കോൺസെപ്റ്റ് ആണ് ചോദിച്ചത്. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പോവാണ്. വിത്ത് റെഫറൻസ് പൊളിറ്റി ഓഫ് ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ്. Indian polity is based on the Constitution of India. 2. Universal adult franchise with periodic elections is a feature of Indian polity. 3. Indian polity's character can be changed by making an amendment to the Constitution of India. Which of the following statements given above is or are correct? A. 1 and 2 only. B. 1 and 3 only. C. 2 and 3 only. D. 1, 2 and 3. ഏതാണ് ഇന്ത്യൻ പൊളിറ്റിയെ കുറിച്ചാണ്. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പൊളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അധിഷ്ഠിതമായാണ് പോകുന്നത്. മാത്രമല്ല യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വിത്ത് പീരിയോഡിക് ഇലക്ഷൻസ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഒന്ന്, ഇന്ത്യയുടെ പൊളിറ്റി, നമ്മുടെ ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇന്ത്യൻ ഭരണഘടന പറയുന്നതിന്റെ അപ്പുറം ഇപ്പുറം പോകില്ല, കറക്റ്റ് ആണെന്ന് പറയും. സെക്കൻഡ് പറയുന്നു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വിത്ത് പീരിയോഡിക് ഇലക്ഷൻസ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു ഫീച്ചർ ആണ് എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രായപൂർത്തി വോട്ടവകാശം വിത്ത് പീരിയോഡിക് ഇലക്ഷൻസ്. ഓരോ 5 വർഷം കൂടുമ്പോൾ ഒരു മിനിമം പീരീഡ്, നോർമൽ ടെന്യൂർ, അത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു ഫീച്ചർ ആണെന്ന് പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റീസ് ക്യാരക്ടർ ക്യാൻ ബി ചേഞ്ച് ബൈ മേക്കിംഗ് ആൻ അമെൻഡ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഇന്ത്യൻ പൊളിറ്റിയുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റും. എങ്ങനെ? അതൊരു അമെൻമെന്റ്, ഒരു ഭേദഗതി വെച്ച് നമുക്ക് പൊളിറ്റിയുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലെ? ഏതാണ് ശരിയായിട്ടുള്ള, ഏതാണ് പറയുക, ഏതാണ് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നു. രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്. ഇനി ഇന്ത്യൻ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്താണ് വരുന്നത്. ഏതാണ്? സനീഷിന്റെ ആൻസർ വന്നു. സനീഷ് ഡി പറഞ്ഞിരിക്കുകയാണ്. 1, 2 and 3 ആണ്. അതെ, സനീഷ് പറഞ്ഞതാണ് ശരി. ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. 2, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് പീരിയോഡിക് ഇലക്ഷൻ ആണ്. പ്രായപൂർത്തി വോട്ട്, അത് നമ്മുടെ ഫീച്ചറാണ്. അടുത്ത് ഇന്ത്യയുടെ പൊളിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും, ഭരണഘടനയുടെ ഒരു ഭേദഗതി വരുത്തിയാൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ചില റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പൊളിറ്റിയിൽ കുറെ മാറ്റങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിയുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റും. പക്ഷെ ബേസിക് സ്ട്രക്ചർ തൊടാതെ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിത്ത് റെഫറൻസ് ടു ദ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, കൺസിഡർ ദ ഫോളോയിങ്. പാർലമെന്ററി ആണ്. ഇൻ എ പാർലമെന്ററി സിസ്റ്റം the members are elected by the people. Second, in this system, the party which gets majority in the legislature forms a government. Third one, the leader of the majority party in the legislature is called president. Select the correct answer using the code given below. A 1 only, B 1 and 3 only, C 2 and 3 only, D 1 and 2 only. ഏതാണ്? This question is pertaining to parliamentary form of government. So the options are, first option is saying that in a parliamentary system, the members means MP, they are elected by the people. People are electing the representatives in the parliamentary system. Second statement says that in this system, that is in this the parliamentary system, the party which is getting the more number of seats or majority of the seats in the legislature, they are forming the government. For example, suppose there are 500 seats in the legislature and one party secured 300 seats and another party secured 200 seats. So who is the majority? The party which secured 300 seats considered as a majority. Then who will form the government? This party. That is the party which got 300 seats. Why? Because they are known as the majority party. Then these 200, the party which won 200 seats, they are known as minority party, or they have the role of opposition, or they are the opposition party. So second statement says that in this system, the party which gets majority in the legislature, whichever party which is getting a majority in where legislature, in our context it is the Lok Sabha, House of People. The House of People forms a government. Leader of the majority party in the legislature is called the president, because the majority party in a parliament, we know that the majority party is forming the government. Yes,
and the leader of that majority party in a parliamentary system is known as president. Yes, it is known as the president. Which are the following statements? These are true. Sanish answer വന്നു. D പറയുന്നു സനീഷ്. 1 and 2 ആണ് ശരിയാണ്. സനീഷ് പറഞ്ഞാണ് ശരി. പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് മെമ്പേഴ്സ് ആർ ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ആണ്. How Lok Sabha or House of People is elected? Yes, election. Like MP-മാരെ election വഴിയേ പറ്റൂ. Only through election. This is a party who gets the majority in the legislature forms a government. ആണ്. അത് മാത്രമേ പറ്റത്തുള്ളൂ. അഞ്ജലി കൃഷ്ണ പറഞ്ഞ സൗണ്ട് ലോ ആണ്. ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ശരി. അപ്പൊ ആർക്കാ ഫോം ചെയ്യുന്നേ? ഇവിടെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന മെജോറിറ്റി കിട്ടുന്നവർക്ക് മാത്രമേ പറ്റൂ. തേർഡ് എന്താ പറയുന്നത്? ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി പാർലമെന്ററി ഫോമിൽ പ്രസിഡന്റ് എന്ന് വിളിക്കും. തെറ്റ്. പ്രസിഡൻഷ്യൽ ഫോം അല്ല നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? പാർലമെന്ററി ഫോം ആണ് അല്ലെ? പാർലമെന്ററി ഫോമില് മെജോറിറ്റി കിട്ടുന്ന ലീഡറെ വിളിക്കുന്ന പേര് പ്രൈം മിനിസ്റ്റർ എന്നായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് 3 ധൈര്യമായിട്ട് എലിമിനേറ്റ് ചെയ്യാം. 2 റിമൈനിങ് ആണ്. പക്ഷെ നമുക്കറിയാം 1 ഉം 2 ഉം ശരിയാണെന്ന് അറിയാം. അപ്പൊ ഏതാണ്? ഡി ആണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കണമെങ്കിൽ അറ്റാറ്റ് 24/7 Y617 എന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് KAS ബാച്ച് ജോയിൻ ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KAS പഠിപ്പിക്കുന്നത് അറ്റാറ്റ് 24/7 മാത്രമാണ്. വളരെ കുറഞ്ഞ ഫീസിലാണ്. KAS ലാർജസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം അറ്റാറ്റ് 24/7 ആണ്. നമ്മുടെ രണ്ടാമത്തെ ബാച്ച്, ഫസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ്. രണ്ടാമത്തെ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ Y617 എന്ന ഈ ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഓൾറെഡി ഞങ്ങളുടേത് കുറഞ്ഞ ഫീ ആണ്. അതിൽ നിന്ന് ഇനിയും കുറവ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനിയും ഫീ വേണമെങ്കിൽ കുറയണമെങ്കിൽ Y617 എന്ന കോഡ് Y617 ഒരിക്കലും മറക്കരുത്. ഈ Y617 എന്ന കോഡ് യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മോർ ഡിസ്കൗണ്ട്. സിഗ്നിഫിക്കന്റ് എമൗണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഡിഡക്ട് ചെയ്ത് കിട്ടപ്പെടും. അതുകൊണ്ട് Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഒക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അറ്റാറ്റ് 24/7 ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിത്ത് റെഫറൻസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, കൺസിഡർ ദ ഫോളോയിങ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. 1. It is ensuring procedural justice and it is a command that the government to be just and fair to the people. ഇതൊരു പ്രൊസീജറൽ ജസ്റ്റിസ് ആണ്. ഒരു പ്രൊസീജിയർ വരുമ്പോൾ അത് നീതിയോടുകൂടി ആയിരിക്കണം. മാത്രമല്ല ഗവൺമെന്റ് ജസ്റ്റ് ഫെയർ ആയിരിക്കണം. ഇറ്റ് പ്ലേസസ് ലിമിറ്റേഷൻസ് ഓൺ ലോസ് ആൻഡ് പ്രിവെന്റ്സ് ദ ലെജിസ്ലേച്ചർ ഫ്രം അഡോപ്റ്റിംഗ് എബ്യൂസീവ് ലോസ്. ഇത് ഗവൺമെന്റ് മേൽ അല്ലെ, ഇറ്റ് പ്ലേസ് എ ലിമിറ്റേഷൻ, നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു നിയമത്തിന്മേൽ. എവിടെയാണ് നിയമം? ഗവൺമെന്റിലല്ല, നിയമത്തിൽ ലിമിറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രിവെന്റ്സ് എ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭയെ വരെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു ഫ്രം അഡോപ്റ്റിംഗ് അബ്യൂസീവ് ലോസ്. ജനദ്രോഹകരമായ നിയമങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. 3. It is a constitutional guarantee and it gives judiciary the power to question the laws made by the legislature. ഇതൊരു ഭരണഘടനാപരമായ ഗ്യാരണ്ടിയാണ്. ഗ്രാൻഡഡ് അല്ല, ഗ്യാരണ്ടിയാണ്. ഒരു ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് നൽകുന്നുണ്ട്? അധികാരം കൊടുക്കുന്നുണ്ട്. ടു ക്വസ്റ്റ്യൻ ദ ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന ചോദ്യത്തെ ചോദ്യം ചെയ്യാൻ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൻ ബിലോ. A1 only, B 1 and 3 only, C 2 and 3 only, D 1, 2 and 3 only. So most of us know that there are two concepts while we are dealing with Indian polity. One is due process of law and the another is procedure established by law. The first statement says that it is ensuring procedural justice. That means whenever there is a procedure, that procedure also must be just, fair and reasonable. By making a law, the procedure should not violate the rights of the people. And this due process law is a command. It says that it is a command. That is, government should be how a government should be. A government should be just and fair.
The government should be just and fair to whom? It is to the people. Then second statement says that it places limitations on laws and prevents the legislature from adopting abusive laws. It says that what? Limitations. It is placing limitations on laws, not only government laws. By placing limitation on laws means it is preventing the legislature from adopting abusive laws or those laws which are against the people, their interests of the people, welfare of the people. Third statement says that it is a constitutional guarantee. That is, due process of law is guaranteed, not granted. And it is also giving judiciary the power. Due process of law is giving judiciary the power to question the laws. Whenever a law is contrary to the interest of the people, then judiciary has a power to question the laws. You may come across this term judicial review made by the legislature. So, ഇതിലേതാണ് ശരി എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? ഇതില് ശരി എന്ന് പറയുന്നത് ഡി ആണ്. ഇനിഷ്യലി സി പറഞ്ഞു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഡി ആണ്. ഡി 1, 2 and 3 ആണ്. കാരണം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയുടെ മാറ്റം അതിന്റെ ലിമിറ്റേഷൻസിൽ നിന്നാണ് ഡ്യൂ പ്രോസസ് ലോ വരുന്നത്. ജുഡീഷ്യറിക്ക് പവർ, കാരണം ഇന്ത്യയിൽ ഒരു നിയമത്തെ ഭരണഘടനാ വിരുദ്ധമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ നിയമത്തെ നിരാകരിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്താ? വെൻ ദർ ഈസ് എ പ്രൊസീജിയർ, ദാറ്റ് പ്രൊസീജിയർ മസ്റ്റ് ബി ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ എന്ന് പറയുന്നതാണ് അല്ലെ? ഓർത്തിരിക്കുക. അപ്പൊ ഡ്യൂ പ്രോസസ് ലോ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ, റൂൾ ഓഫ് ലോ, ഇതൊക്കെ പൊളിറ്റിയിൽ വളരെ സാധ്യതയുള്ള ചോദ്യമാണ് KASന് ചോദിക്കാൻ അല്ലെ? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ Y617 എന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ADA24 കോഴ്സ് 7 ജോയിൻ ചെയ്യുക. Y617 കോഡ് യൂസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും അല്ലെ? വളരെ സർവശക്തനായ സർവ്വവ്യാപിയായ കോഡാണ്. നിങ്ങൾക്ക് അടയുടെ ഏത് കോഴ്സിലും ഫീ കുറയണമെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്താൽ മതി അല്ലെ? whenever you use this code you will get much discount. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. Y617 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവില് സാധാരണക്കാർക്കും ഗ്രാമപ്രദേശത്തു നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന രീതിയിലാണ് ATA24/7 ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബാച്ചിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഫീയും വളരെ കുറവാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് ഫീ വാങ്ങുന്ന ATA24/7 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ KAS ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സെക്കൻഡ് ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യും. Y617 എന്ന കോഡ് ഒരിക്കലും മറക്കരുത്. ഈ Y617 എന്ന കോഡ് യൂസ് ചെയ്ത് വേണം നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ. Y617 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇതില് അഞ്ജലി പറഞ്ഞു കോൺസെപ്റ്റ് ഒന്നുകൂടെ പറയാമോ? ഡെഫിനറ്റ്ലി പറയാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾ ATA24/7 KAS ബാച്ചിന് വരിക. ഓക്കെ, അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ് നിയമം പാസ്സാക്കുന്ന ഒരു പ്രൊസീജിയർ? ഫസ്റ്റ് ഇൻ ദ ലോക്സഭ ഓർ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ദെൻ രാജ്യസഭ, അവിടെ നിന്ന് ഇത് എവിടെ പോകണം? പ്രസിഡന്റിന്റെ കയ്യിലെത്തണം. പ്രസിഡന്റ് ഒപ്പിട്ടാൽ എന്തായി മാറി? അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, നിയമമായി മാറി. ഇന്ത്യയിലെ എല്ലാ നിയമവും അല്ലെങ്കിൽ ഒട്ടുമിക്ക നിയമങ്ങളും ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തോ ഇല്ലയോ എന്നാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയിൽ കോടതി നോക്കുന്നത്, വേറൊന്നും നോക്കില്ല. അപ്പൊ ഒരു ചോദ്യമുണ്ട്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ വഴി ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു നിയമം നിർമ്മിച്ചാലോ സർക്കാർ? കോടതി അതൊന്നും നോക്കില്ല. നിങ്ങൾ പ്രൊസീജിയർ ഓക്കെയാണോ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്താ പറയുന്നത്? നിയമനിർമ്മാണ സഭയ്ക്ക് ലെജിസ്ലേച്ചറിന് നിയമം നിർമ്മിക്കാം. എന്ത് നിയമം നിർമ്മിക്കാം? നിങ്ങൾ ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഏതാണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. നിയമത്തിൽ പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്, നിയമത്താൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന ആ നടപടിക്രമം നിങ്ങൾ ഫോളോ ചെയ്യുക. എന്താണ്? നിയമത്താൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന ആ നടപടിക്രമം ഫോളോ ചെയ്യുക. There is a procedure that is established by the law. Whenever the lawmaking body passes a law, they must ensure that the procedure is strictly followed. That's all. അത്രയാണ് വരുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട് അല്ലെ? ഗവൺമെന്റ് ജനങ്ങളെ വയലേറ്റ് ചെയ്യുന്ന നിയമം പാസ് ചെയ്താലോ? അല്ലെ? അവിടെയാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്നത്. ഡ്യൂ പ്രോസസ്.
ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫെയർ റീസണബിൾ ആണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? നിയമം പ്രൊസീജിയർ അല്ല നോക്കേണ്ടത്, മറിച്ച് ഡ്യൂ പ്രോസസ്. അതായത് ലോക്സഭ പാസ് ചെയ്തു, രാജ്യസഭ പാസ് ചെയ്തു, പ്രസിഡന്റ് ഒപ്പുവെച്ചു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു, ആക്ടായി മാറി, നിയമമായി മാറി. ഇവിടെ കോടതി നോക്കുന്നത് എന്താണ്? പ്രൊസീജിയർ കറക്റ്റ് ആണ്. ഡ്യൂ പ്രോസസ് പ്രൊസീജിയർ അല്ല. നിങ്ങൾ ഈ പ്രൊസീജിയർ വഴി നിർമ്മിച്ച നിയമം എങ്ങനത്തത്? ജനങ്ങളെ ദ്രോഹിക്കാനാണെങ്കിൽ അത് വേണ്ട. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് പോയില്ല, അത് നോക്കൂല. നിയമം എന്ത് വേണോ പാസ് ചെയ്തു, നിങ്ങൾ ആ നടപടിക്രമം ഒന്ന് പാലിച്ചാൽ മതി. എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പറയുന്നു, അയ്യോ അങ്ങനെ അല്ല, നിങ്ങൾ നടപടിക്രമം പാലിച്ചോ, പക്ഷേ ഈ നടപടിക്രമം പാലിച്ച് പാസ്സാക്കുന്ന നിയമം ജനങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 66A IT ആക്ട് ഉണ്ട്. സെക്ഷൻ 66A IT ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ വയലേറ്റ് ചെയ്യുന്ന നിയമമാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, അപ്പൊ പിടിച്ച് അകത്തിടും. കോടതി പറഞ്ഞു, നിങ്ങൾ ആ പ്രൊസീജിയർ ഒക്കെ പാസ് ചെയ്ത് കറക്റ്റ്, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് ഗസറ്റിലെ പബ്ലിഷ് ചെയ്ത്, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ പാസ് ചെയ്ത നിയമത്തിന് ഒരു കുഴപ്പമുണ്ടല്ലോ, ലെജിസ്ലേച്ചറെ, ഗവൺമെന്റ് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കാരണം ഇത് ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യും. ശ്രീയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പറഞ്ഞതാണ് വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം 66 ക്യാപിറ്റൽ എന്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, തൽക്കാലം ഇത് വേണ്ട എന്ന് പറയും. കാരണം എന്താ? ഡ്യൂ പ്രോസസ് ലോ പറയുന്നത് നിങ്ങൾ എല്ലാ നിയമവും പാസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് എവർ ലോ യു ആർ പാസിംഗ് ദാറ്റ് ഷുഡ് ബി ജസ്റ്റ് ഫെയർ റീസണബിൾ. ഇന്ത്യയിൽ ഇന്ന് ഫോളോ ചെയ്യുന്ന ഇതാണ്. ഇത് വന്ന കേസാണ് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ചോദിച്ചു അഞ്ജലി കൃഷ്ണ ചോദിച്ചു, മനസ്സിലായോ? അഞ്ജലിക്ക് ക്ലിയർ ആയല്ലോ. നമുക്കൊരു KAS 20 കേസെങ്കിലും അറിഞ്ഞിരിക്കണം. മെയിൻസിനും ചിലപ്പോൾ പ്രിലിംസിനും ചോദിക്കാം. ഒന്നാണ് മനേക ഗാന്ധി, അല്ലെ? ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ അഡാറ്റ് 24/7 Y617 എന്ന കോഡ് യൂസ് ചെയ്ത് KAS ബാച്ചിൽ ജോയിൻ ചെയ്താൽ സിലബസിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സിലബസ്. അപ്പോൾ സിലബസിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ അഡാറ്റ് 24/7 ജോയിൻ ചെയ്യുക. മാത്രമല്ല മറ്റു മെറ്റീരിയൽ ഒന്നും വേണ്ട. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്ക് ഞാൻ നൽകുന്ന നോട്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ലക്ഷ്മികാന്ത് ഒന്നും നോക്കണ്ട. ലക്ഷ്മികാന്ത് ഇല്ലാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതാൻ എനിക്ക് കഴിയും, ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, വെൽ എക്സ്പ്ലെയിൻ. താങ്ക് യു വെരി മച്ച്. അപ്പൊ മറക്കരുത്, Y617 എന്ന കോഡ് യൂസ് ചെയ്യുക. സെക്കൻഡ് ബാച്ച് ആണ് ലോഞ്ച് ചെയ്യുന്നത്. Y617 എന്ന കോഡ് യൂസ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ഫീസാണ് നിങ്ങൾക്ക് കടയിൽ കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെ? ആ ഒരു ഭാഗ്യം, ആ ഒരു അവസരം നിങ്ങൾ എടുക്കുക. കുറഞ്ഞ ഫീസിൽ കൂടുതൽ പഠിക്കാം, അല്ലെ? കൂടുതൽ ക്വാളിറ്റിയോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ അഡയുടെ വെബ്സൈറ്റ് അല്ലെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. Y617 എന്ന കോഡ്, അല്ലെ? ഈ കോഡ് ഏത് കോഴ്സിന് യൂസ് ചെയ്യാം. സർവശക്തനും സർവ്വവ്യാപിയുമായ ഒരു കോഡാണ്. തോരാ മഴയായിട്ട് ഈ കോഡ് ഇങ്ങനെ നിൽക്കുവാണ്. നിങ്ങളത് ഉപയോഗിക്കുക, അല്ലെ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ